ഒരിക്കൽ ഒരു യാത്രക്കാരൻ തൻ്റെ സാധനങ്ങൾ അല്പം അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഒരു കഴുതയെ ദിവസവാടകയ്ക്കെടുത്തു. കഴുതയുടെ ഉടമസ്ഥനും അയാൾക്ക് വഴി കാണിക്കുന്നതിനായി അയാളുടെ ഒപ്പം കൂടി. വളരെ ദൂരം സഞ്ചരിച്ച് അവർ മരങ്ങളും തണലും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തെത്തി. നല്ല വെയിലും ചൂടുമുള്ള ഒരു ദിവസമായിരുന്നു അത്. എവിടെയെങ്കിലും നിന്ന് അല്പസമയം വിശ്രമിക്കാമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷെ കഴുതയുടെ നിഴലല്ലാതെ മറ്റൊരു തണലും അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല. യാത്രക്കാരനും കഴുതയുടെ ഉടമസ്ഥനും വെയിലുകൊണ്ട് ഒരുപോലെ ക്ഷീണിതരായിരുന്നു. അതുകൊണ്ട് തന്നെ കഴുതയുടെ നിഴലിൽ ആര് വിശ്രമിക്കുമെന്നതിനെ ചൊല്ലി അവർ തമ്മിൽ വലിയ തർക്കമുണ്ടായി. കഴുത തൻ്റേതാണെന്നും അതുകൊണ്ട് അതിൻ്റെ നിഴലും തനിക്കുള്ളത് തന്നെയാണെന്നും കഴുതയുടെ ഉടമസ്ഥൻ പറഞ്ഞു. എന്നാൽ താൻ കഴുതയെ അന്നത്തേക്ക് വാടകയ്ക്കെടുത്തതാണെന്നും അതുകൊണ്ട് കഴുതയുടെ നിഴൽ തനിക്കുള്ളതാണെന്നും യാത്രക്കാരനും പറഞ്ഞു. തർക്കം മൂത്ത് അവർ തല്ലുകൂടുവാൻ തുടങ്ങി. വെയിൽ കൊണ്ട് അവശനായിരുന്ന കഴുത ഇതിനിടയ്ക്ക് എങ്ങോട്ടോ ഓടിപ്പോയി. അങ്ങനെ കഴുതയുടെ നിഴലിനു വേണ്ടി തർക്കിച്ചു നിന്നിരുന്ന യാത്രക്കാരനും കഴുതയുടെ ഉടമസ്ഥനും കഴുതയെ തന്നെ നഷ്ടമായി.